നമസ്കാരം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എംഎൽഎ AC മൊയ്തീന് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി എത്തിയതായിരുന്നു എംഎൽഎ. എടക്കഴിയൂരിൽ പാതിരാത്രിയിൽ യുവതിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. കൊൽക്കത്ത സ്വദേശി രാജുബായിയെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിൽ പെരിന്തട്ട് ശിവക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പൊടിഞ്ഞു വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെസ്റ്റ് മങ്ങാട് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് 25ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. വെൽക്കം ജ്യൂസ് കഴിച്ചവർക്കാണ് അസ്വസ്ഥതയുണ്ടായത്. പഴവർഗ്ഗത്തിൽ നിന്നാണ് അപകടമുണ്ടായതെന്ന് പ്രാഥമിക നിഗമനം. പോർക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ പഴഞ്ഞി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. കുന്നംകുളം പാലസ് റോഡിൽ ഗോൾഡൻ എക്വേറിയം ഉടമയായ JBP ജോണിനാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എംഎൽഎ AC മൊയ്തീന് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി എത്തിയതായിരുന്നു എംഎൽഎ. എംഎൽഎക്ക് നേരെ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമത്തിനിടെയാണ് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, KSU അസംബ്ലി പ്രസിഡന്റ് അക്ഷയ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി റൂഷിദ് ഓടാട്ട് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എടക്കഴിയൂരിൽ പാതിരാത്രിയിൽ യുവതിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. കൊൽക്കത്ത സ്വദേശി രാജുബായിയെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. എടക്കഴിയൂർ ഖാദിരിയ റോഡിൽ ചൊവ്വാഴ്ച പുലർച്ചെ 2:20ഓടെയായിരുന്നു സംഭവം. യുവതിയുടെ വീട്ടുപറമ്പിലുണ്ടായിരുന്ന സ്കൂട്ടർ നശിപ്പിക്കുകയും വീടിന്റെ ജനൽച്ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്ത പ്രതി മുറ്റത്തുണ്ടായിരുന്ന കുഴൽക്കിണർ പൈപ്പും കെട്ടിടത്തിലെ ഇലക്ട്രിസിറ്റി മീറ്റർ ബോർഡും പൂർണ്ണമായും അടിച്ചു തകർത്തു. ശബ്ദം കേട്ട് യുവതി ഉണർന്നുവെങ്കിലും ഭയം കാരണം പുറത്തിറങ്ങിയില്ല. കഴിഞ്ഞ ദിവസം വീടിന്റെ പരിസരവും പറമ്പും വൃത്തിയാക്കാനായി എത്തിയ ഇയാൾ യുവതി തനിച്ചാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു. ജോലിക്കിടെ കുടിക്കാൻ വെള്ളം ചോദിച്ചെത്തിയ പ്രതി യുവതിയോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തു. ഇതിനെതിരെ യുവതി പ്രതികരിക്കുകയും ഇയാൾക്ക് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. ജോലി സമയം കഴിഞ്ഞിട്ടും പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്ന പ്രതിയെ സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആൾ എത്തിയാണ് പറഞ്ഞുവിട്ടത്. എന്നാൽ പോകുന്നതിനു മുൻപ് പ്രതി വീട്ടുമുറ്റത്ത് ഇംഗ്ലീഷിലുള്ള ചില വാക്കുകളും 10:30, 2:20 എന്നീ സമയങ്ങളും എഴുതിവച്ചിരുന്നു. തുടർന്ന് ഇയാൾ എഴുതിവെച്ച സമയമായ പുലർച്ചെ 2:20-നാണ് വീട്ടിലെത്തി അക്രമം അഴിച്ചുവിട്ടത്. വിവരമറിഞ്ഞ വാർഡ് മെമ്പർ സലീം ആച്ചിപ്പുള്ളി സ്ഥലത്തെത്തി ചാവക്കാട് പോലീസിനെ വിവരമറിയിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ പോലീസ് തന്ത്രപരമായി ജോലിക്കെന്ന വ്യാജേന വിളിച്ചുവരുത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിൽ പെരിന്തട്ട് ശിവക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പൊടിഞ്ഞു വീണു. റിട്ടയേർഡ് കായിക അധ്യാപകൻ തിരുവെങ്കിടം ചാലക്കൽ ജോളി ജോണിന്റെ കാറിന് മുകളിലേക്കാണ് മരം വീണത്. രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. അപകടത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി കാറിന് മുകളിൽ നിന്ന് മരക്കൊമ്പുകൾ മാറ്റി. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. ടെമ്പിൾ പോലീസ് എത്തി ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കി. വെസ്റ്റ് മങ്ങാട് കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 25ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. ഞായറാഴ്ചയായിരുന്നു വിവാഹം. ഇന്നലെ രാവിലെയാണ് പലരെയും വയറുവേദനയായും ഛർദിയുമായും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആർക്കും ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. എല്ലാവരും പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. നിലവിൽ ഒരാൾ മാത്രമാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. വെൽക്കം ജ്യൂസ് കഴിച്ചവർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ജ്യൂസിന് ഉപയോഗിച്ച പഴവർഗ്ഗത്തിൽ നിന്നാണ് അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം. പോർക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും മറ്റും പരിശോധനകൾ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. പോർക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ പഴഞ്ഞി സ്വദേശിക്ക് ഗുരുതര പരിക്കേറ്റു. കുന്നംകുളം പാലസ് റോഡിൽ ഗോൾഡൻ എക്വേറിയം ഉടമയായ JBP ജോണിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് കടയിലേക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ പോർക്കുളം സെന്ററിൽ വെച്ചായിരുന്നു അപകടം. ജെബിയുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ച വാഹനം നിർത്താതെ പോയി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെബിയെ തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടിച്ച വാഹനം കണ്ടെത്താനായിട്ടില്ല. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു.
കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം, ശസ്ത്രക്രിയ തുടങ്ങിയവയിൽ വ്യാപക അനാസ്ഥയെന്ന പരാതിയിൽ യോഗം ചേർന്ന ഡോക്ടർമാരെ വിഷയം ധരിപ്പിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു. നഗരസഭാതല പ്രവേശനോത്സവം എയ്ഡഡ് സ്കൂളിൽ നടത്തിയതും അംഗൻവാടി വാർഷികം പാർട്ടി പരിപാടിയായി നടത്തിയെന്നാരോപിച്ചും കൌൺസിൽ യോഗത്തിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. നഗരസഭയിൽ പൊതുവിദ്യാലയങ്ങളുണ്ടായിട്ടും സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം കാണിയാമ്പലിലെ എയ്ഡഡ് സ്കൂളിൽ നടത്തിയതിനെതിരെ ഷാജി അലിക്കലാണ് വിമർശനമുന്നയിച്ചത്. ഉരുളിക്കുന്ന് അംഗനവാടി വാർഷികവും അനുമോദന പരിപാടിയും CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിൽ പ്രചരണ ബോർഡുകളടക്കം സ്ഥാപിച്ച് നടത്തിയതിനെയും കൗൺസിലർ ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രി മുതൽ താഴെത്തട്ട് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും സർക്കാർ സ്കൂളുകളിലാണ് മുനിസിപ്പൽ തല അല്ലെങ്കിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനങ്ങൾ നടത്തിയിരിക്കുന്നത്. കുന്നംകുളത്ത് എൻ്റെ അറിവിൽ 25 കൊല്ലത്തിൻ്റെ ഇപ്പുറം നമ്മൾ നടത്തിയത് മുഴുവൻ നമ്മുടെ കീഴിലുള്ള സ്കൂളുകളിലാണ്. അവിടെ കീഴിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനൊരു മാനേജ്മെൻറ്റ് സ്കൂളിൽ നടത്തിയത് എന്നുള്ള കാര്യം പറയാം. എന്നാൽ എയ്ഡഡ് സ്കൂളുകളും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്നും ഇതിനെക്കുറിച്ച് കൗൺസിലർമാർക്ക് ധാരണയുണ്ടാകേണ്ടതാണെന്നും വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പ്രതികരിച്ചു. പ്രദേശത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്കിനെ പ്രകീർത്തിച്ച അദ്ദേഹം സംഭവത്തിൽ നിയമപരമായും ധാർമ്മികമായും ഒരു തെറ്റുമില്ലെന്നും കൂട്ടിച്ചേർത്തു. പല മേഖലകളിലും പല ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഭാഗമായിട്ട് നടക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കൂടുതൽ. അതിനു പുറമെ മറ്റു പല മാനേജ്മെന്റുകളും നടത്തുന്ന സ്കൂളുകളുണ്ട്. അപ്പൊ ആ സ്കൂളുകളെ നമുക്ക് ബഹുമാനിക്കാതെ അതിനോട് സഹകരിക്കാതെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടില്ല. അപ്പൊ ഇത് ഈ കാണിയാമ്പാലിലെ അല്ലെങ്കിൽ ആനായിക്കലെ CMS സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ആർക്കെങ്കിലും അങ്ങനെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ല എന്ന ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കേരളത്തിലെ പ്രവേശനോത്സവം നടക്കുന്നത് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മാത്രമല്ല, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കോർക്കളം പഞ്ചായത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ചൊവ്വനൂർ പഞ്ചായത്തിലായാലും പരിസരങ്ങളിലെ പഞ്ചായത്തുകളിലൊക്കെയായാലും പ്രവേശനോത്സവം നടക്കുന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പൊ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. അംഗൻവാടി വാർഷികത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് ആർക്കും പരിപാടി നടത്താമെന്ന് വൈസ് ചെയർമാൻ വിശദീകരിച്ചെങ്കിലും പ്രതിപക്ഷ കൗൺസിലർമാർ ഇത് അംഗീകരിച്ചില്ല. കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് മരിക്കുകയും ചെയ്ത രോഗിയുടെ മൃതദേഹം മറ്റ് അസ്വാഭാവികതകൾ ഇല്ലാഞ്ഞിട്ടും മെഡിക്കൽ കോളേജിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഡോക്ടർ നിർബന്ധം പിടിച്ചതായി ശ്രീജിത്ത് ആവേൻ ആരോപിച്ചു. ആശുപത്രി സൂപ്രണ്ടിനെ കണ്ട് പരാതി പറഞ്ഞാൽ കൈമലർത്തുകയാണ് പതിവെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആ ബോഡി വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു രോഗിയുമായി അവർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ അവിടുത്തെ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് ചെയ്തത്. തുടർന്ന് അവിടുത്തെ നാട്ടുകാരും വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരെ ഡോക്ടറോട് ആവശ്യപ്പെടുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള പരിക്കുമില്ല. അതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാം, ഇവരുടെ ഭാര്യയും 2 മക്കളും. താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് നിരന്തരം പഴി കേൾക്കേണ്ടി വരികയാണെന്നും അനാസ്ഥ ആവർത്തിച്ചാൽ കൗൺസിൽ ഐക്യകണ്ഠേന നടപടി സ്വീകരിക്കണമെന്നും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ പറഞ്ഞു. ഈ ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ അടക്കമുള്ള വിഷയങ്ങൾക്ക് നമ്മൾ അത് ശ്രദ്ധ വരുത്തുകയും അതിൻ്റെ മുകളിൽ ബഹുമാനപ്പെട്ട ചെയർമാൻ അടിയന്തിരമായി ചെയർമാൻ്റെ അധ്യക്ഷതയിൽ സൂപ്രണ്ടിനെ അവിടുത്തെ ഡോക്ടർമാരെ വിളിച്ച് കഴിഞ്ഞ 4 ദിവസം മുമ്പ് മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ നമ്മൾ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഞങ്ങൾ നല്ല സേവനം കൊടുക്കുന്നുണ്ട്, മറ്റേ പൊതുജനങ്ങൾക്ക് 150 OP വരെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന അനാസ്ഥ കർശനമായി മാറ്റിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ കൗൺസിലിൽ വരണമെന്നില്ല. ഈ കൗൺസിലായിരുന്നു പോലെ അടുത്ത നടപടിയുമായിട്ട് പോകുന്ന ഡോക്ടർമാരുടെ മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട ചെയർമാൻ അറിയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ടൗൺ ഹാളിന് മുന്നിലൂടെയുള്ള ലിങ്ക് റോഡ് ഇന്റർലോക്ക് ചെയ്ത് നവീകരിക്കുന്നതിന് ടെൻഡറായി. മോഡൽ ബോയ്സ് ഗേൾസ് സ്കൂളുകളെ മിക്സഡ് സ്കൂളാക്കി മാറ്റുന്നതിന് ശുപാർശ സമർപ്പിക്കും. നഗരസഭാ ടൗൺ ഹാളിൽ ഫുട്ബോൾ ലോകകപ്പ് പ്രദർശനമൊരുക്കും. ഇതിനായി അടുത്ത ദിവസം സംഘാടക സമിതി യോഗം ചേരും. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ R ഷാജിജു, സോമൻ ചെറുകുന്ന്, ലബീബ് ഹസൻ, ഗീതാ ശശി, ഷജീഷ് കിലപ്പൻ, റീജ സലീൽ തുടങ്ങിയവരും ചർച്ചകളിൽ പങ്കെടുത്തു.
കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകൾക്ക് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത പ്രവചിച്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മുൻകരുതൽ നടപടിയായി അവധി നൽകിയത്. ചാവക്കാട് തിരുവത്രയിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങുകൾ കടപുഴകി വൈദ്യുതി കാലുകൾ ഒടിഞ്ഞു വീണു. തിരുവത്ര മുട്ടിൽ കെ അഹമ്മദ് റോഡരികിലെ തെങ്ങുകളാണ് വൈദ്യുതി കാലിലേക്ക് വീണത്. മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് പന്തുരുളാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചാവക്കാടും പരിസരത്തെ തീരദേശ മേഖലകളും പൂർണ്ണമായും ഫുട്ബോൾ ലഹരിയിലമർന്നു. ഓരോ ടീമിന്റെയും ആരാധകർ വലിയ ആവേശത്തോടെയും മത്സരബുദ്ധിയോടെയുമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. ലോകം കാൽപന്ത് കളിയുടെ മഹാമാമാങ്കത്തിലേക്ക് കണ്ണുതുറക്കുമ്പോൾ കായിക പ്രേമികൾക്കായി മത്സരങ്ങൾ തത്സമയം കാണാൻ കുന്നംകുളം നഗരസഭ ടൗൺ ഹാൾ വിട്ടു നൽകും. വലിയ സ്ക്രീനിൽ മത്സരങ്ങൾ കാണാനുള്ള സൗകര്യമാണ് ഒരുക്കുക. നഗരസഭാ തലത്തിൽ ലോകകപ്പിനെ വരവേൽക്കുന്നതിനായി വിപുലമായ പരിപാടികളാണ് അധികൃതർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ജൂൺ 11 വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘാടക സമിതി യോഗം ചേരും. അന്നേ ദിവസം വൈകിട്ട് 5 മണിക്ക് നഗരത്തെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ലോകകപ്പ് വിളംബര ഘോഷയാത്രയും നടത്തും. കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതിയായ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണത്തിൽ വൻ വെട്ടിക്കുറയ്ക്കൽ. ഒരു വർഷം ലഭിച്ചിരുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം 4 പരിമിതപ്പെടുത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ മാൽ ഖനൂജ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാവപ്പെട്ട കുടുംബങ്ങളിലെ സാധാരണക്കാരുടെ ശരാശരി വാർഷിക ഉപയോഗം കണക്കിലെടുത്താണ് പുതിയ പരിഷ്കരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 2016 മെയ്യിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം തുടക്കത്തിൽ പ്രതിവർഷം 12 സിലിണ്ടറുകൾക്കാണ് സബ്സിഡി നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം ഇത് 9 കുറയ്ക്കുകയും ഇപ്പോൾ വീണ്ടും 4 ചുരുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് അറിയിപ്പ്. പുന്നേർകുളം ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്നും കുടിവെള്ളം ആവശ്യമുള്ളവർ പഞ്ചായത്തിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. പഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്ററിലെ ആംബുലൻസിന്റെ ഡ്രൈവറായി ദിവസവേതന വ്യവസ്ഥയിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ളവർ രേഖകൾ സഹിതം 17-ാം തീയതി വൈകിട്ട് 3 മണിക്ക് പഞ്ചായത്തിൽ നേരിട്ടുള്ള അഭിമുഖത്തിനായി ഹാജരാകേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉൾപ്പെട്ട ആലത്തൂർ MP കെ രാധാകൃഷ്ണനും കുന്നംകുളം MLA AC മൊയ്തീനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, KSU കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട്, വിഷ്ണു ചിറമനേങ്ങാട്, നാസിമ സക്കീർ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി SSLC, CBSE, +2, VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. കാട്ടുകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജിത്ത് അധ്യക്ഷത വഹിച്ചു. 100% വിജയം നേടിയ പെങ്ങാമുക്ക് ഹൈസ്കൂൾ, IG ഇംഗ്ലീഷ് സ്കൂളിനും പുരസ്കാരം നൽകി. വായനശാലയിൽ നടന്ന ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ K വെങ്കിട്ടമൂർത്തി നിർവഹിച്ചു. 2025-26 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിവിധ ഇനങ്ങളിൽ വിജയം കൈവരിച്ച ടീമിൽ അംഗങ്ങളായ പഴഞ്ഞി സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രതിനിധികളായ PK രവീന്ദ്രൻ, M ഉദയശങ്കരൻ എന്നിവർ സംസാരിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള KG സത്താർ സ്മാരക സ്വയംപ്രഭ പകൽ വീട്ടിലെ വയോജനങ്ങൾക്ക് ആയുർവേദ മരുന്നുകൾ വിതരണം ചെയ്തു. ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത മരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK സുരേന്ദ്രൻ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ, CDS ചെയർപേഴ്സൺ MG പ്രശാന്തി, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VM ശ്യാമല, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിൻസി പോൾ, ICDS സൂപ്പർവൈസർ PR രശ്മി എന്നിവർ സംസാരിച്ചു. DYFI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുറുമാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കുറുമാൽ വോളി അരീനയിൽ സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റ് DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ ഉദ്ഘാടനം ചെയ്തു. വേലൂർ മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് രാമകൃഷ്ണൻ, CPIM വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗം MA ബിജു, അനീറ്റ ബിജു, ആൻഡു PJ എന്നിവർ സംസാരിച്ചു.
ഫൈനൽ മത്സരത്തിൽ കുറുമാൽ പവർ ലെജൻസ് 1-3 സെറ്റുകൾക്ക് വോളി ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി. ജൂൺ 18-19 തീയതികളിൽ എരുമപ്പെട്ടിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യൂണിറ്റ് തലം മുതൽ കലാകായിക മത്സരങ്ങൾ നടത്തും. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാന്യ സെന്ററായ ചൊവ്വന്നൂർ പ്രന്റേഷൻ കോൺവെന്റിൽ ബ്യൂട്ടി കെയർ അസിസ്റ്റന്റ് പരിശീലനത്തിന് തുടക്കമായി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിധീഷ് ഉദ്ഘാടനം ചെയ്തു. JSS തൃശൂർ ഡയറക്ടർ സുധ സോളമൻ അധ്യക്ഷത വഹിച്ചു. റവറൻ ഫാദർ സ്റ്റീഫൻ അറക്കിൽ, റവറൻ സിസ്റ്റർ ഗിൽദാസ്, സിസ്റ്റർ സോജിയ, സഖി TK, ജോമി ശ്രീരഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ലോകകപ്പ് വിളംബര ജാഥ നടത്തി. മയക്കുമരുന്ന് ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാനും ഐക്യദാർഢ്യം കൂടിയാണ് ഫുട്ബോൾ ലഹരി എന്ന സന്ദേശവുമായി റാലി നടത്തിയത്. സ്റ്റാഫ് സെക്രട്ടറി സലീം MK, KM മഞ്ജു, സൈന ചായൂർ, ടീച്ചേഴ്സ് ട്രെയിനികളായ മുൻഷാദ്, ഫാത്തിമ, വർഷ, നീതു എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ 112ാം ശ്രാദ്ധം ആചരിച്ചു. ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി SL മീഡിയ 112 വീഡിയോ എപ്പിസോഡും ഒരുക്കി. വികാരി ഫാദർ ഷാജി കൊച്ചിപ്പുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി VB പുറത്തുകാരൻ, SL മീഡിയ കോർഡിനേറ്റർ ആദം ആന്റണി, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആൽവിൻ, സെക്രട്ടറി എൽജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട വരദച്ചനോടുള്ള ബഹുമാനാർത്ഥവും ഓർമ്മകൾ സൂക്ഷിച്ചുകൊണ്ടും 112 വീഡിയോകൾ അവർ ഇതിനകം ഈ വർഷം അവർ വരദച്ചൻ്റെ ചരമശതാബ്ദിയുമായി ബന്ധപ്പെട്ട് അവരിറക്കുകയുണ്ടായി. പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ വേണ്ടി അഹോരാത്രം അധ്വാനിച്ച, പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ രാത്രിയും പകലും അധ്വാനിച്ചാണ് 112 വീഡിയോകൾ അവർ നമുക്കായിട്ട് കാഴ്ചവെച്ചിരിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,040 രൂപ, പവന് 1,12,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് MLA AC മൊയ്തീന് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കുന്നകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു MLA. എടക്കഴിയൂരിൽ പാതിരാത്രിയിൽ യുവതിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. കൊൽക്കത്ത സ്വദേശി രാജുബായിയെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിൽ പെരുന്തട്ട് ശിവക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പൊടിഞ്ഞു വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെസ്റ്റ് മങ്ങാട് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 25ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. വെൽക്കം ജ്യൂസ് കഴിച്ചവർക്കാണ് അസ്വസ്ഥതയുണ്ടായത്. പഴവർഗ്ഗത്തിൽ നിന്നാണ് അപകടമുണ്ടായതെന്ന് പ്രാഥമിക നിഗമനം. പോർക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ പഴഞ്ഞി സ്വദേശിക്ക് ഗുരുതര പരിക്ക്. കുന്നംകുളം പാലസ് റോഡിൽ ഗോൾഡൻ അക്വേറിയം ഉടമയായ JBP ജോണിനാണ് പരിക്കേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.